ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് അളിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കേരളത്തിൽ സ്ട്രൈക്കാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ അങ്ങനെ ഫുൾ വീഡിയോ ഒന്നും ഇടാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അളിയനവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അളി ഇന്നലെ വരുന്ന സമയത്ത് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് മീൻ ബിരിയാണിയാണ് ഉമ്മ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് രാത്രിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ കൺക്ലൂഷനൊക്കെ എടുക്കുന്നത്. എനിക്ക് രാവിലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഉച്ചത്തേക്കുള്ള ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ എന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും അതുപോലെ തന്നെ കടലക്കറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് താത്ത ഉണ്ണിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓരോ സാധനങ്ങൾ അരിയും അതുപോലെ തന്നെ കഴുകാനുള്ളത് കഴുകിയെല്ലാം അരിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഉമ്മാക്ക് വന്നിട്ട് ചോറ് വെച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ ഉണ്ണിനെ നോക്കാൻ ഒരാൾ തന്നെ വേണം. അപ്പം അങ്ങനെ അതാ തക്കാളിയൊക്കെ ചിലതൊക്കെ നല്ല കേടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ വരുന്ന സാധനങ്ങളാണ് കേട്ടോ മേടിക്കാറ് അധികവും. അപ്പം അതുകൊണ്ട് കേട് വന്ന തക്കാളി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഓവർ പഴുത്തിട്ടുള്ള ചളവുകൾ തക്കാളികളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ മാറ്റി പിന്നെ അതുപോലെ സബോളയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് എല്ലാം ഇനി ഇത് അരിയാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം ഞാൻ സബോളയും തക്കാളിയൊക്കെ കഴുകി അരിയാൻ പോണ നേരത്തെ താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ണിൻ്റെ അടുത്ത് ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ ഉണ്ണിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതുകൊണ്ട് ഉമ്മ നോക്കിക്കോളും. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് താത്ത വന്നിട്ട് സഹായിച്ചു തന്നു കേട്ടോ. താത്ത സബോളയൊക്കെ അരിഞ്ഞു, ഞാൻ അപ്പത്തിനും തക്കാളിയൊക്കെ എല്ലാം അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉമ്മക്ക് വന്നാൽ ഒന്നത് മസാല കൂട്ടിയിട്ട് ഫുഡ് വെക്കാമല്ലോ. അപ്പം അതുകൊണ്ട് അതാ താത്ത ഇവിടെ സബോള മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോ മീനാണ്, എനിക്കെന്താ മീനെന്ന് അറിയില്ല കേട്ടോ. കടൽ മീനാണ് കേട്ടോ എന്തായാലും. അപ്പോൾ എന്ത് മീനാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ മസാലയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്കിതൊക്കെ കുഴച്ചൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ട് വേണം ഇനി അടുത്ത പണിയിലോട്ട് കിടക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫിഷ് ബിരിയാണി വെക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ എന്തായാലും വീട്ടിലൊക്കെ അതുപോലെ എന്തെങ്കിലും വലിയ വലിയ മീൻ വാങ്ങുകയാണെങ്കിൽ ഒന്നൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഷുട്ട് ഇത് നമ്മുടെ ഷുട്ട് ഓക്കെ ആയി പറ. പിന്നെ അത് അവിടെ ചട്ടിയിൽ ഇനി മീൻ വറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെസ്റ്റിംഗ് കഴിച്ചതിന് ശേഷം നമുക്കിതാ മീൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. ബിരിയാണിയിലേക്കുള്ള മീനാണ് കേട്ടോ ഇപ്പോൾ പൊരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സെഹറ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതാണ് എൻ്റെ താത്താൻ്റെ മോള്. നിങ്ങൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അധികമുള്ള വീഡിയോസിലൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. ഷോർട്സിലായാലും ഫുൾ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടാനുള്ള തുടങ്ങിയത്. അപ്പോൾ അത് ഷോർട്സിലായാലും ഞാൻ അധികമുള്ള കൊണ്ടുവരാറില്ല കേട്ടോ, ഫോണിൽ കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഇതാ അവിടെ മീനൊക്കെ വറുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സെറ്റ് ഇതാ അവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ സെറ്റും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ അവിടെ മീൻ വറുക്കാനൊക്കെ ഉമ്മ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് താത്ത ഉണ്ണിൻ്റെ അടുത്ത് പോയി. നമ്മളങ്ങനെയാണ് കേട്ടോ, ഒന്ന് ഉമ്മ നോക്കും, അല്ലെങ്കിൽ താത്ത നോക്കും, ഇല്ലെങ്കിൽ ഞാൻ നോക്കും, എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. നല്ലോണം കൊപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്കൂളില്ലാത്ത ടൈമിലാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂൾ ടൈമിൽ തീരെയും പറ്റില്ല. ശനി ഞായറാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇപ്പോൾ സ്ട്രൈക്കൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇത് സ്ട്രൈക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ അതങ്ങനെ മസാലയൊക്കെ ഇത് അവിടെ ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഇതാ ഓരോരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് കുഴച്ചാൽ മീൻ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കുഴച്ചൊക്കെ എടുക്കുന്നുണ്ടോ. പിന്നെ അത് നമുക്ക് ചോറിലിടാനല്ല, നോർമലായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതവിടെ സാലഡിനുള്ളതൊക്കെ അതവിടെ താത്ത അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ഓരോരോ ലെയറായിട്ട് മസാലയും അതുപോലെ തന്നെ റൈസും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ ലെയറായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ടോട്ടൽ 2 പൂച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എന്നെയും അതുപോലെ തന്നെ ഒന്ന് എൻ്റെ കസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് ലിസനായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൂച്ചയാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ പൂച്ച തന്നെയാണ്. അപ്പോൾ ഇതവിടെ നല്ല മഴ വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ സാലഡിലേക്ക് കുറച്ച് കുക്കുംബറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബാലൻസ് വന്നപ്പോൾ ഞാനതൊന്ന് പ്ലേറ്റിലെല്ലാതും കൂടെ ഒന്ന് മുറിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതാ ബിരിയാണിയൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത് ഉമ്മ ഓരോന്നിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട്, ഞാൻ വെച്ചതാണെങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ സ്വയം പൊങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ വെക്കേണ്ട ഏത് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഒരു കഷ്ണം മീനെടുക്കുക, റൈസ് എടുക്കുക, അതുപോലെ തന്നെ സാലഡ് എടുക്കുക, അങ്ങനെ എന്നിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് വീട്ടിലൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. ഗൈസ് ഇപ്പോൾ സമയം ഒരു 4:30-5 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചു. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ ഗൈസ്. ഉമ്മയും അവരൊക്കെ ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹറ ഉള്ളത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഒരു 5 മണിയായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ള ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അളിയൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അളിയനവിടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അളിയൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനും ചിന്നമ്മ അവരൊക്കെ കൂടിയിട്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ചുള്ളിയ ഡാം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ആയി ഡാമിലേക്കൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്താനായിട്ട് ജീപ്പിൽ പോവാണ് കേട്ടോ. ഇന്ന് സ്ട്രൈക്കായത് കൊണ്ടാണ് തോന്നുന്നു നല്ലപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. വണ്ടികളൊക്കെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്, കുറേ വണ്ടികളായിട്ട്. പിന്നെ ഡാം തുറക്കുമ്പോഴും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വണ്ടികൾ. അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഡാം തുറക്കുന്നത് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ അതാ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്ക് സീനറി കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ സെറ്റാണ്. അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചുള്ളിയ ഡാം വിസിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മേലെ കയറി. അപ്പോൾ ഷട്ടറിൻ്റെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ, അവിടെ ഗേറ്റ് വെച്ചതുകൊണ്ട് നമുക്ക് ഷട്ടറിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല പോലെ വെള്ളമുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യം വരുമ്പോഴൊന്നും ഇത്രയ്ക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, മഴ പെയ്താൽ പിന്നെ സെറ്റാണ്, നല്ല പോലെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്, ചെറിയ ചെറിയ ചാറിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ചൂടാൻ ചെല്ലുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ചാറിലൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് താഴെ എത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ എത്തും തോറും നമ്മൾ വണ്ടി കയറിയതും മഴ പെയ്തു കേട്ടോ. പിന്നെ അതിപ്പോൾ നനഞ്ഞൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളെന്തായാലും ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഡാമിലൊക്കെ പോയിട്ട് വന്നു. അങ്ങനെ നമ്മളിതാ എനിക്കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് റിയ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.